എൻ്റെ ഫോണിൻ്റെ ഇവിടെ എങ്ങനെ ഉണ്ടാവാം ഒരു ചെറിയ വട്ടക്കണ്ണി. ഈ വട്ടക്കണ്ണിയിൽ ജസ്റ്റ് ഞാനൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ക്രോം ഓപ്പൺ ആയി. അത് ക്ലോസ് ചെയ്ത് മേലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കുന്ന നേരം വൈഫൈ എനേബിളായി. വീണ്ടും ഒന്ന് സ്വൈപ്പ് ചെയ്താൽ വൈഫൈ ഡിസേബിളായി. ഇനി ലെഫ്റ്റിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്താൽ റീസെൻറ്റ് വന്ന്, അതുപോലെ റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ പാനൽ വന്ന്. അടിപൊളി. നമുക്ക് ഒരു കയ്യിൽ വളരെ ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വട്ടക്കണ്ണിയാണ് സെറ്റ് ചെയ്ത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുക? ഇതിന് നമ്മൾ ഫ്ലോട്ടിംഗ് മെനു എന്ന് പറയുന്ന ചെറിയൊരു അസിസ്റ്റീവ് ടച്ച് ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എങ്ങനെ ഇത് സെറ്റ് ചെയ്യുക? നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ 1-2 പെർമിഷൻ കൊടുക്കണം കേട്ടോ. ആ പെർമിഷൻ ആവശ്യമുള്ള പെർമിഷൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ഇതൊന്ന് എനേബിൾ ആയി കൊടുക്കുക. അതിനുശേഷം ഇവിടെ ഗസ്റ്റർ ഫങ്ഷൻ സെറ്റിങ്സ് എന്നുള്ള ഈ ഭാഗം എടുത്തിട്ട് നമുക്ക് ഓരോ ആക്ഷനിലും എന്തെന്നാണ് വേണ്ടതെന്ന്, ഒറ്റ ക്ലിക്കിൽ എന്ത് വേണം, ഡബിൾ ക്ലിക്കിൽ എന്ത് വേണം, ലോങ് പ്രസ്സിൽ എന്ത് വേണം, സ്വൈപ്പ് അപ്പ് ചെയ്യുന്നവർ എന്ത് വേണം, സ്വൈപ്പ് ഡൗൺ ചെയ്യുന്നവർ എന്ത് വേണം, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡബിൾ ക്ലിക്ക് ക്രോമാണ് ഞാൻ സെറ്റ് ചെയ്ത്, അതൊന്ന് മാറ്റി വെക്കുക. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആപ്ലിക്കേഷൻ ഏതെങ്കിലും വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കീസ്, സ്വിച്ച്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ജിമെയിൽ സെലക്ട് ചെയ്യുക. അവിടെ ജിമെയിൽ സെലക്ട് ചെയ്ത് ഇനി ഡബിൾ ക്ലിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. ജിമെയിൽ ഓപ്പൺ ആകുമെന്ന് കണ്ടാ, ജിമെയിൽ ഓപ്പൺ ആയി. ഡബിൾ ക്ലിക്ക് ചെയ്യുന്നേരം ജിമെയിൽ ഓപ്പൺ ആയി. ഇതുപോലെ നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ആവശ്യമുള്ളത് സെറ്റ് ചെയ്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുക. ഒറ്റ കൈ കൊണ്ട് നമുക്കിതൊക്കെ ഈ നോട്ടിഫിക്കേഷൻ പാനൽ താത്തലായാലും റീസെൻ്റ് എടുക്കലായാലും ഒക്കെ ഒറ്റ കയ്യിൽ ഉപയോഗിക്കുന്നേരം തന്നെ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ചില സമയത്ത് വളരെ ഉപകാരമുള്ളതാണ്. നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. വലിയ ഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എളുപ്പമാണ്. ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. വീണ്ടും പറയാന്ന്, ആവശ്യമില്ലാത്തവർ ഒഴിവാക്കുക. ആവശ്യക്കാരുണ്ടാവും, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ എന്ന്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.